ജനങ്ങൾക്ക് എല്ലാം അറിയാനുള്ള അവകാശമില്ലേ? നമ്മൾ വിവരാവകാശ നിയമം വരെ നടപ്പിലാക്കിയ ഒരു രാജ്യമല്ലേ? സാധാരണ പഞ്ചായത്ത് പരിപാടികളൊക്കെ ഭയങ്കര അടിയടക്കുന്നതാണ് നമ്മൾ കാണാറുണ്ട്. ജയിച്ചു വന്നാൽ എല്ലാവരും ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നാണല്ലോ നമ്മുടെ കാഴ്ചപ്പാട്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു വേർതിരിവില്ല. തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം ചെമ്മരുതി പഞ്ചായത്തിൽ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയുണ്ട്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്ത് യോഗങ്ങൾ, നിർണായകമായിട്ടുള്ള ചില മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഈ പഞ്ചായത്തിലെ അംഗങ്ങളും അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകളും മാത്രമായിരിക്കും ചിലപ്പോൾ അറിയുന്നത്. പിന്നീടുള്ള തീരുമാനങ്ങളൊക്കെ നമ്മൾ നാട്ടുകാരോ അല്ലെങ്കിൽ മെമ്പർ വഴിയോ അല്ലെങ്കിൽ പത്രവാർത്തകളിലൂടെയൊക്കെ ആയിരിക്കും അറിയുന്നത്. പക്ഷേ ഇപ്പോൾ സുതാര്യമായ രീതിയിൽ മാധ്യമപ്രവർത്തകർക്കും ജനങ്ങൾക്കുമൊക്കെ കാണാവുന്ന രീതിയിൽ പഞ്ചായത്ത് തീരുമാനങ്ങളൊക്കെ തന്നെ, പഞ്ചായത്തിലെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ വളരെ സുതാര്യമായ രീതിയിൽ ജനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി നമ്മുടെ ചെമ്മരുതി പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് രാജേഷ്, പഞ്ചായത്ത് പ്രസിഡന്റാണ്. വളരെ മികച്ച തീരുമാനം അല്ലേ? അല്ല, ജനങ്ങൾക്ക് എല്ലാം അറിയാനുള്ള അവകാശമില്ലേ? നമ്മൾ വിവരാവകാശ നിയമം വരെ നടപ്പിലാക്കിയ ഒരു രാജ്യമല്ലേ? അപ്പോൾ ജനാധിപത്യ രാജ്യം കൂടിയാണ്. അപ്പോൾ ജനാധിപത്യപരമായി ജനങ്ങളുടേതായ കാര്യങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നതും ജനങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ അത് ജനങ്ങൾ കാണുന്നതിന് എന്താണ് തെറ്റ്? അതെ, അല്ല, നമ്മൾ സാധാരണ മീഡിയ ആണെങ്കിലും ശരി, പൊതുജനങ്ങളാണെങ്കിലും ഒളിച്ച് ക്യാമറ കൊണ്ട് വെക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരറിയാത്ത രീതിയിൽ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇതൊരു സാങ്ഷനായി കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ? അങ്ങനെയല്ല, ഇത് അതിനകത്ത് അങ്ങനെ ജനങ്ങളെയും മീഡിയാസിനെയും ഒക്കെ കയറ്റാനുള്ള പ്രൊവിഷനുണ്ട്. ആരും എൻ്റെ അറിവിൽ അത് നടപ്പിലാക്കി കണ്ടില്ല എന്നേ ഉള്ളൂ. നിയമസഭയിലും പാർലമെന്റിലും വരെ നമുക്ക് വിസിറ്റേഴ്സിന് കയറാനുള്ള സാധ്യതകളുണ്ടല്ലോ, അവസരമുണ്ട്. സാധാരണ പഞ്ചായത്ത് പരിപാടികളൊക്കെ ഭയങ്കര അടിയടക്കുന്നതാണ് നമ്മൾ കാണാറുണ്ട്. ഉള്ളിൽ നടക്കുകയാണ്, ഉള്ളിൽ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വാക്ക് തർക്കങ്ങളും കയ്യാങ്കളിയൊക്കെ നടക്കുന്നതാണ്. ഇനിയിപ്പോൾ എല്ലാവർക്കും കാണാമെന്നാണോ? വാക്ക് തർക്കവും കയ്യാങ്കളി എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ. ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ജനങ്ങൾക്ക് വേണ്ടിയാണ് ആയിരിക്കുമല്ലോ സംസാരിക്കുന്നത്. പിന്നെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല, ഭരണസമിതിയേ ഉള്ളൂ. അത് ഭരണസമിതി എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ചാണ് ഭരിക്കുന്നത്. അല്ലാതെ ഭരണസമിതിക്ക് പ്രതിപക്ഷവും ഭരണപക്ഷമൊന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഇല്ല. ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയവും ഭരണത്തിന് വേണ്ടിയുള്ള മത്സരമൊക്കെ ഉണ്ടാവും. പക്ഷേ പിന്നീട് ജയിച്ചു വന്നാൽ എല്ലാവരും ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നാണല്ലോ നമ്മുടെ കാഴ്ചപ്പാട്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു വേർതിരിവില്ല. ഇത്തരത്തിലുള്ള പുതിയ പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ ഇനി? നമുക്ക് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ആലോചിച്ച് നടപ്പിലാക്കാം. ഏതായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ നമുക്കറിയാം, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കഴിഞ്ഞതിന് ശേഷമുള്ള ഈ യോഗങ്ങളും മീറ്റിങ്ങുകളൊക്കെ തന്നെ വലിയ രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനും തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെ ജനങ്ങൾക്ക് കൂടി സുതാര്യമായ രീതിയിൽ നാടിൻ്റെ വികസനത്തിനെ കുറിച്ചുള്ള രൂപരേഖകൾ അവരുടെ ഒരു മനസ്സിലും കൂടി തയ്യാറാക്കി കൊടുക്കുക, അല്ലെങ്കിൽ മാനസികമായിട്ട് ജനങ്ങൾ കൂടി തയ്യാറാകുക എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഈ ഒരു പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം വിലുവൻസൻ, ന്യൂസ്.